ഇറാനോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളൂ. ഒരു രാജ്യം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തെ സൈനിക മേധാവി സ്വന്തം ജനതയോട് പറഞ്ഞ വാക്കുകളാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ പാകിസ്ഥാനിലെ ഷിയ മുസ്ലിങ്ങളോട് നടത്തിയ ഈ പരാമർശം ഇപ്പോൾ അവിടെ വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്തിടെ നടന്ന ഒരു ഇഫ്താർ വിരുന്നിനിടയിലായിരുന്നു സൈനിക മേധാവി മുനീറിന്റെ ഈ വിവാദ പരാമർശം. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് മതപണ്ഡിതരുമായി മുനീർ ചർച്ച നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ ഷിയ നേതാക്കളോട് ഇറാനോടാണ് പ്രിയമെങ്കിൽ അങ്ങോട്ട് തന്നെ വയ്ക്കോ എന്ന് മുനീർ നേരിട്ട് ആവശ്യപ്പെട്ടത്. മറ്റൊരു രാജ്യത്തോടുള്ള കൂറിന്റെ പേരിൽ പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും മുനീർ പാകിസ്ഥാൻ ജനതയ്ക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സൈനിക മേധാവിയുടെ ഈ പ്രസ്താവന ഷിയ വിഭാഗത്തെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അസീം മുനീറിന്റെ വാക്കുകൾ കടുത്ത ഷിയ വിരുദ്ധ മനോഭാവമാണ് വെളിപ്പെടുത്തുന്നതെന്ന് മത നേതാക്കൾ ആരോപിച്ചു. ഇത്തരം പ്രസ്താവനകൾ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുമെന്ന് പ്രമുഖ മത നേതാവ് സയ്യിദ് ജവാദ് നഖ്വി തുറന്നടിച്ചു. തങ്ങളുടെ ദേശസ്നേഹം പാകിസ്ഥാനോടാണെന്നും അടിസ്ഥാനമില്ലാതെ തങ്ങളെ വിദേശ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് കടുത്ത അനീതിയാണെന്നും ഷിയ സമൂഹം വ്യക്തമാക്കി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ധനക്ഷാമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളോട് സാധാരണക്കാർ പൊരുതുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് പാകിസ്ഥാനിൽ ജനങ്ങൾ ഇറാനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി ചേരിതിരിഞ്ഞിരിക്കുന്നത്. ഈ അവസരത്തിൽ പാകിസ്ഥാന്റെ രൂപീകരണത്തിൽ തങ്ങൾ വഹിച്ച നിർണായക പങ്ക് ഓർമ്മിപ്പിച്ച ഷിയ നേതാക്കൾ തങ്ങളുടെ രാജ്യസ്നേഹത്തെ സൈന്യം ചോദ്യം ചെയ്യുന്നത് ചരിത്ര നിഷേധമാണെന്ന് ചൂണ്ടിക്കാട്ടി. സൈനിക മേധാവിയുടെ ഈ പ്രസ്താവനയോടെ പാകിസ്ഥാനിലെ ആഭ്യന്തര അന്തരീക്ഷം കൂടുതൽ കലുഷിതമായിരിക്കുകയാണ്. ന്യൂനപക്ഷമായിട്ടുള്ള ഷിയ വിഭാഗത്തിന് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താനാണ് സൈന്യം ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും മറച്ചു പിടിക്കാൻ ഇപ്പോൾ ജനങ്ങളുടെ ദേശസ്നേഹം അളക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ സൈന്യവും അസീം മുനീറും. സുരക്ഷ ഉറപ്പാക്കേണ്ട സൈനിക നേതൃത്വം തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തുമ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വീഴുകയാണ്. വിത്ത് അസീം മുനീർ പാകിക്കഴിഞ്ഞു. ഇനി അതിന്റെ വിളവ് എന്താണ് അയാൾ എടുക്കേണ്ടത് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക്.